SP വെങ്കടേഷ് മാസ് സിനിമകളെ സംഗീതം കൊണ്ട് ക്ലാസ്സാക്കിയ ഒരു അപൂർവ പ്രതിഭ. മലയാളത്തിന്റെ സംഗീതരാജൻ. മലയാളികളുടെ കാതുകളിൽ 1000 സ്വപ്ന സംഗീതം ബാക്കി വെച്ച് ആ മാന്ത്രിക വിരലുകളുടെ ചലനം നിലച്ചിരിക്കുകയാണ്. 90കളിലെ നമ്മുടെ കൗമാരത്തിനും യൗവനത്തിനും പ്രണയത്തിന്റെ ഈണവും ആവേശത്തിന്റെ താളവും നൽകിയ SP. അദ്ദേഹം ഇനി ഓർമ്മയുടെ തീരത്താണ്. രാജാവിന്റെ മകനിലെ ഗാംഭീര്യവും കിലുക്കത്തിലെ വിങ്ങുന്ന പ്രണയവും ധ്രുവത്തിലെ ആവേശവും മലയാളി അനുഭവിച്ചത് അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെയായിരുന്നു. വെള്ളിത്തിരയിലെ നായകന്മാരുടെ പൗരുഷത്തിന് ശബ്ദം കൊണ്ടും സംഗീതം കൊണ്ടും കരുത്ത് പകർന്ന ആ സംഗീത ഇതിഹാസം മടങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒരു സുവർണ കാലഘട്ടത്തിന്റെ നാദരൂപത്തെയാണ്. ആ ഈണങ്ങൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാകും, ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി. അദ്ദേഹത്തിന്റെ വിയോഗം വളരെ വേദനയോടെയാണ് നമ്മൾ അറിഞ്ഞത്. സംഗീത സംവിധായകൻ SP വെങ്കടേഷ് ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിൽ അന്തരിക്കുകയായിരുന്നു. 70 വയസ്സായിരുന്നു. 1971 സംഗീത സംവിധായകൻ വിജയഭാസ്കറിനൊപ്പമാണ് സിനിമയിൽ പ്രവേശിച്ചത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലായി 150ലേറെ ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സാന്ദ്ര ഷാജി ചേരുന്നുണ്ട്. സാന്ദ്ര, വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം കാലഭേദമന്യേ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നും നമ്മോടൊപ്പം ജീവിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും അദ്ദേഹം മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ സംഗീത ലോകത്ത് നൽകിയ സംഭാവനകളെ എങ്ങനെ ഓർത്തെടുക്കാം? ഒപ്പം എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? സാന്ദ്ര. അശ്വതി പറഞ്ഞതുപോലെ തന്നെ സിനിമാ ചരിത്രത്തിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഗാന വിഭാഗത്തിലെ സമസ്ത മേഖലകളിലെയും അതികായനെയാണ് സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. SP വെങ്കടേഷ് ഇവിടെ വാങ്ങിയിരിക്കുന്നു. 71 വയസ്സായിരുന്നു. ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യമെന്ന് വാർത്തകൾ പുറത്തു വരുന്നു. അശ്വതി പറഞ്ഞതുപോലെ തന്നെ തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങി എല്ലാ ഭാഷകളിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നൽകി കഴിഞ്ഞിരുന്നു. കന്നഡ സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചതെങ്കിൽ തെലുങ്ക് സിനിമയിലെ പ്രേമയുദ്ധ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത്. എന്നാൽ മലയാളത്തിന് മഹാനടൻ മോഹൻലാലിൻ്റെ TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിലൂടെ പശ്ചാത്തല സംഗീതത്തിന് അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായാണ് അദ്ദേഹം മലയാളത്തിലെത്തുന്നത്. അതേപോലെ തന്നെ മോഹൻലാൽ തന്നെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നു. അവിടുന്ന് SP വെങ്കടേഷിന് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസരം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മലയാളികൾ ഇരുകൈ നീട്ടി അദ്ദേഹത്തിന്റെ സംഗീതത്തെ എല്ലാം സ്വീകരിക്കുകയായിരുന്നു. അശ്വതി ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളികളുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും എല്ലാം അദ്ദേഹത്തിന്റെ ഗാനങ്ങളായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ മൂളാത്ത മലയാളികൾ ഉണ്ടായിരുന്നില്ല. ധ്രുവത്തിലെ ആയാലും ദേവാസുരത്തിലെ പശ്ചാത്തല സംഗീതമായാലും സ്ഫടികത്തിലെ പാട്ടുകളായാലും മഹായാനത്തിലെ ആയാലും വാത്സല്യത്തിലെ ആയാലും എല്ലാ പാട്ടുകളും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്ന പാട്ടുകൾ തന്നെയായിരുന്നു. മലയാള സംഗീതത്തിൽ തമിഴ് സംഗീതത്തിൻ്റെ ഈശ്വരൻ്റെ ഈണം കൂടി ചേർത്ത് വെച്ച് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച SP വെങ്കടേഷാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും ചന്ദ്ര, വേദനയോടെ മാത്രമേ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ വേദനയോടെ മാത്രമേ സാന്ദ്ര കാണാൻ കഴിയുകയുള്ളൂ. കാരണം അത്രത്തോളം സംഭാവനകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭയാണ് മൺമറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജീവിക്കും. സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ 150ലേറെ ഗാനങ്ങൾക്ക് ഈണം മൂളിയ അല്ലെങ്കിൽ ഈണം നൽകിയ പ്രതിഭയാണ് അദ്ദേഹം. 150ലേറെ ചിത്രങ്ങൾക്കാണ് അദ്ദേഹം ഈണം പകർന്നത്. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായ അദ്ദേഹം നമുക്കിടയിൽ തന്നെ ജീവിക്കും. മാസ് സിനിമകളൊക്കെ ക്ലാസ്സാക്കി മാറ്റാൻ ഇദ്ദേഹത്തിൻ്റെ സംഗീതം അത്രത്തോളം സഹായകരമായിരുന്നു എന്നതിൽ സംശയമില്ല സാന്ദ്ര. എന്തായാലും നമുക്ക് അദ്ദേഹം മലയാളത്തിൽ രചിച്ച ചില ചലച്ചിത്ര ഗാനങ്ങൾ കൂടി ഓർത്തെടുക്കാം, അല്ലേ സാന്ദ്ര? അശ്വതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒത്തിരി സിനിമകൾ, സ്ഫടികമായിക്കോട്ടെ, വാത്സല്യമായിക്കോട്ടെ, ധ്രുവമായിക്കോട്ടെ, മഹായാനമായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട കറുകവയൽ കുരുവി അല്ലെങ്കിൽ സ്ഫടികത്തിലെ ഏഴിമല പൂഞ്ചോല തുടങ്ങിയ ഒരുപാട് പാട്ടുകൾ മലയാളികൾ എന്നും മനസ്സിൽ ഓർക്കുകയും പാടുകയും ചെയ്യുന്ന, ഇന്നും റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് പാട്ടുകൾ. അദ്ദേഹത്തിന് തന്നെ ബാഗി പാൻസും ജീൻസും അണിഞ്ഞ ആ പാട്ടൊക്കെ ഇപ്പോഴും റീൽസുകളിലും മറ്റുമൊക്കെ തരംഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 90കളിൽ ഇറങ്ങിയ പാട്ടാണെങ്കിൽ പോലും ജെൻസി കുട്ടികളടക്കം അവരുടെ ചിത്രങ്ങൾക്കായും മറ്റും ആ പാട്ടുകൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സംഗീതം ഒരിക്കലും മരിക്കുന്നതല്ല. സംഗീതത്തിന് എന്നും
കാലങ്ങൾ അതീതമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. SP വെങ്കടേഷ് ഇവിടെ വാങ്ങുമ്പോഴും അദ്ദേഹത്തിന് സംഗീതം ഒരിക്കലും നിലയ്ക്കുന്നതല്ല. എന്നും ജീവിക്കുന്ന ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ മലയാളികൾക്കും ലോക സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും സംഭാവന ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിട വാങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സിനിമകളും മാസ് പടങ്ങളായിക്കോട്ടെ, ആ മാസ് പടങ്ങളിലെ പാട്ടുകളിൽ പോലും ഇപ്പം സ്ഫടികം എന്ന് പറഞ്ഞൊരു മാസ് പടമാണെങ്കിൽ അതിലെ പല പാട്ടുകളും ഒന്നിലധികം പാട്ടുകളുണ്ട്. നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ നൽകുന്ന പാട്ടുകൾ എന്നും ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായി പോകുന്ന പാട്ടുകളടക്കം ഒരുപാട് നൊസ്റ്റാൾജി നമുക്ക് നൽകുന്ന പാട്ടുകൾ സംഭാവന ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടറെയാണ് സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും സാന്ദ്ര, അത് തന്നെയാണ് മലയാള സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിന് ഒരു സ്വതന്ത്ര അസ്തിത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ മാസ് എൻട്രികൾക്ക് കേവലം അദ്ദേഹം നൽകിയ തീം മ്യൂസിക്കുകൾ ഇന്നും തിയേറ്ററുകളിൽ ആവേശം നിറയ്ക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാജാവിൻ്റെ മകൻ എന്ന സിനിമ എടുത്തു തന്നെ പറയണം. കാരണം ഇതിലെ BGM മലയാള സിനിമയിലെ ഗാങ്സ്റ്റർ സംഗീതത്തിൻ്റെ തുടക്കമായി തന്നെ നമുക്ക് കണക്കാക്കാം സാന്ദ്ര. ഒപ്പം സ്ഫടികമായിക്കോട്ടെ, ആ ആടുതോമയുടെ പരുക്കൻ ഭാവങ്ങൾക്ക് ഈ SP വെങ്കടേഷ് അദ്ദേഹം നൽകിയ സംഗീതം ഇന്നും ഐക്കോണിക്കാണ് സാന്ദ്ര. അങ്ങനെ ഒരുപാട് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ആ വിസ്മയം ഒന്ന് നോക്കിക്കോളൂ സാന്ദ്ര. സംഗീതത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പ്രിയദർശൻ ചിത്രമാണ് അത്. അപ്പോൾ കിലുക്കം, മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, ചാണക്യൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഹാസ്യത്തിനും പ്രണയത്തിനും എന്തിനേറെ പറയുന്നു, മാസ് സിനിമകൾക്ക് പോലും ഒരുപോലെ ഇണങ്ങുന്ന സംഗീതം സൃഷ്ടിച്ച ഒരു അതുല്യ പ്രതിഭ. ക്ലാസിക്കൽ ടച്ച്, പാഥേയം സിനിമയിലെ ആ ക്ലാസിക്കൽ ടച്ച്, സിനിമകളിൽ കർണാടക സംഗീതത്തിൻ്റെ സ്വാധീനമുള്ള മനോഹരമായ ഗാനങ്ങളൊക്കെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈല്, നേരത്തെ ഇപ്പോൾ സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ ബാഗി ജീൻസും ഷൂസുമാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈൽ ജോണി വാക്കർ എന്ന ആ സിനിമയിലൂടെ, അതായത് ശാന്തമീ രാത്രിയിൽ, ഇപ്പോഴും മലയാളികളുടെ സ്വീകരണ മുറിയിൽ ആഘോഷമാക്കുന്നൊരു ഗാനമാണ് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ. അതിനൊക്കെ മലയാളത്തിന് അതുവരെ കേട്ടിട്ടില്ലാത്തൊരു ജാസ് പോപ്പ് സംഗീത രീതികളൊക്കെ അദ്ദേഹം പരീക്ഷിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംഗീതം അത് ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും. സാന്ദ്രയാണ് ഡെസ്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.